സലീംകുമാർ ഇടുക്കിയുടെ മകനാണ്. അതാണ് അതിന് ഒറ്റ ഉത്തരവുള്ളൂ. ഈ മണ്ണിൻ്റെ മണമുള്ള ഒരാളാണ് സലീംകുമാർ. മറ്റൊരാളെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. 42 വർഷമായി ഞാൻ ഇടുക്കിയിൽ പൊതുപ്രവർത്തന രംഗത്ത് തൊഴിലാളി പ്രവർത്തകനായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി, ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനായി ഈ ജില്ലയിൽ ആകമാനമുണ്ടാകുന്ന ഭൂപ്രശ്നമടക്കം, അതുപോലെ തന്നെ നിർമ്മാണ നിരോധനം അടക്കം, വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളടക്കം, പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുന്ന കാര്യങ്ങളിൽ, തോട്ടം തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ, സമഗ്രമായ ഈ ജില്ലയുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് അവരോടൊപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ പീരുമേട്ടിലെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എന്നെ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. പീരുമേട് മണ്ഡലത്തിലെ ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആവേശകരമാണ്. ഏറ്റവും ചേർത്ത് പിടിക്കുന്ന പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിനുള്ള പിന്തുണയാണ് വോട്ടർമാരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. പീരുമേടിൻ്റെ സമഗ്രമായ വികസനമാണ് ഒന്നാമത്തെ വാഗ്ദാനം. രണ്ടാമത് തോട്ടം മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള നടപടിയാണ്. മൂന്നാമത്തത് ടൂറിസം മേഖലയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട്, ടൂറിസം സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഒരു ടൂറിസം ഹബ്ബായി മാറ്റിക്കൊണ്ട് പീരുമേട്ടിനെ എല്ലാ ടൂറിസം മേഖലകളുമായി കൂട്ടിയിണക്കിക്കൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ പീരുമേട്ടിലെ ചെറുപ്പക്കാർക്ക് ഒരു കുടുംബത്തിൽ ഒരാൾക്കെന്ന നിലയിൽ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എതിരാളികളെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിന് മത്സരത്തിൽ എതിരാളി തന്നെയാണല്ലോ. അതിനത്രേ കാണുന്നുള്ളൂ. അതിന് വില കുറച്ച് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ ഈ മണ്ഡലം നിലനിർത്തിക്കൊണ്ട് ഞാൻ ജയിക്കുന്നതായിരിക്കും.